ഇന്നത്തെ ക്ലാസ്സിൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ആൻഡ് മെമ്മറി ഡിവൈസസിൽ ഇൻപുട്ട് ഡിവൈസസുകളെ കുറിച്ച് നോക്കാം. നമ്മൾ ഇൻപുട്ട് ഡിവൈസസ് കുറച്ച് കണ്ടതാണ്. ഇനി അത് കുറച്ചും കൂടി ഡീറ്റെയിൽസ് നോക്കാം. കമ്പ്യൂട്ടർ ഇൻപുട്ട് ഡിവൈസസ് എന്താണ്? ഇൻപുട്ട് ഡിവൈസ് എന്താണ്? ഇൻപുട്ട് ഡിവൈസിന്റെ ഫങ്ഷൻ. An input device is any hardware component that allows a user to enter data and instructions into a computer. ഒരു കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, ഡാറ്റയും അതുപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസും എൻ്റർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹാർഡ്വെയർ കമ്പോണൻറ്റിനെയാണ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത്. ഇനി ഇൻപുട്ട് ഡിവൈസസ് ഏതൊക്കെയാണ്? സാധാരണയായി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിലേക്ക് എൻ്റർ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കീബോർഡാണ്. സർവ്വസാധാരണമായിട്ട് യൂസ് ചെയ്യുന്ന ഇൻപുട്ട് ഡിവൈസാണ് കീബോർഡ്. കീബോർഡ് ഈസ് ദ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിലെ സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കീബോർഡാണ്. എ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ കീബോർഡ് ഹാസ് അബൌട്ട് 105 കീസ്. ഇപ്പോൾ സാധാരണ ഒരു സ്റ്റാൻഡേർഡ് കീബോർഡിൽ 105 കീസാണുള്ളത്. Most keywords use the QWERTY layout. QWERTY, QWERTY, QWERTY layout. ഈ QWERTY layout എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഈ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലെല്ലാം യൂസ് ചെയ്യുന്ന അതേ ലേഔട്ട് തന്നെ QWERTY എന്ന് പറയുന്നത്. ഇപ്പോൾ ടൈപ്പ് റൈറ്റർ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. നമ്മൾ ആദ്യ കാലത്തെല്ലാം നമുക്ക് ടൈപ്പ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്തിരുന്നത് ടൈപ്പ് റൈറ്ററാണ്. പിന്നെ കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടർ ഈ ടൈപ്പ് റൈറ്ററിനെ റീപ്ലേസ് ചെയ്തു. എന്നിരുന്നാലും കുറേ നാൾ പിന്നെയും ടൈപ്പ് റൈറ്റർ എല്ലാം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതിലെ കീബോർഡിൻ്റെ ലേഔട്ടാണ് ഈ QWERTY ലേഔട്ട് എന്ന് പറയുന്നത്. ആ സെയിം ലേഔട്ട് തന്നെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിലെ ലേഔട്ടും. അതായത് കീസിൻ്റെ ഓർഡറാണ് QWERTY. ആ ഓർഡറിലാണ് അത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ വെൻ യു പ്രസ് എ കീ ദ കറസ്പോണ്ടിങ് സ്കാൻ കോഡ് ഈസ് സെൻഡ് ടു ദ CPU. ഇപ്പം നിങ്ങളതിൽ കീബോർഡ് പ്രസ് ചെയ്യുന്ന സമയത്ത് കീബോർഡിൽ ഏതെങ്കിലും കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ ഹാപ്പൻ? എന്താണ് സംഭവിക്കുന്നത്? ദ കറസ്പോണ്ടിങ് സ്കാൻ കോഡ് ഈസ് സെൻഡ് ടു ദ CPU. അതായത് ഓരോ ലെറ്ററും നമ്മൾ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ കറസ്പോണ്ടിങ് ഒരു ആസ്കി അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ കോഡുണ്ട്. പറഞ്ഞു നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്യുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരു കോഡിലാണ്, ഭാഷയിലാണ്. നമുക്ക് ഈ ലെറ്റേഴ്സ് നമ്പേഴ്സ് അതേപടി കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ മനസ്സിലാകില്ല. സോ ദാറ്റ് ലെറ്റർ ഓർ നമ്പർ ഈസ് കൺവേർട്ടഡ് ടു കറസ്പോണ്ടിങ് കോഡ് ജസ്റ്റ് ലൈക്ക് ആസ്കി ഓർ ഹെക്സാഡെസിമൽ. ആസ്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫോർമേഷൻ ഇന്റർചേഞ്ച് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം. അതുപോലെ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡഡ് ബൈനറി കോഡ് ഡെസിമൽ ഇന്റർചേഞ്ച് കോഡ്. അങ്ങനെ പലതരം കോഡ്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു കോഡ് ആ കമ്പ്യൂട്ടർ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കോഡിലേക്ക് അത് മാറ്റി എന്നിട്ടാണ് ഇത് മെമ്മറിയിൽ പോയിട്ട് സ്റ്റോർ ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് ഉള്ള ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് മൗസ്. മൗസും നിങ്ങൾ സാധാരണയായിട്ട് കാണുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. മൗസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് നമുക്കറിയാം. ദാറ്റ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ്. നമുക്കറിയാം പോയിന്റ് ചെയ്യാനായിട്ടാണ്. ദ മൗസ് ഈസ് എ പോയിന്റിംഗ് ഡിവൈസ് ആൻഡ് ഇസ് യൂസ് ടു മൂവ് എ ഗ്രാഫിക്കൽ പോയിന്റർ ഓൺ ദ സ്ക്രീൻ. ആ മൗസ് വെച്ചിട്ട് നമുക്ക് ഒരു സ്ക്രീനിലെ പോയിന്റർ മൂവ് ചെയ്യിക്കാം. നമുക്ക് വേണ്ട സ്ഥലത്തേക്ക് മൂവ് ചെയ്യിക്കാം. ഏത് ഐറ്റമാണോ അല്ലെങ്കിൽ ഏത് ഇൻസ്ട്രക്ഷനാണോ നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടത്, എക്സിക്യൂട്ട് ചെയ്യേണ്ടതെങ്കിൽ ആ ഇൻസ്ട്രക്ഷൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ ആ ഡാറ്റ ഐറ്റത്തിൻ്റെ അടുത്തേക്ക് കഴ്സർ മൂവ് ചെയ്യിച്ചിട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് നമുക്കത് സെലക്ട് ചെയ്യാം. അതാണ് മൗസിൻ്റെ യൂസ് എന്ന് പറയുന്നത്. Moving a mouse along a flat surface can move the on-screen cursor to different items on the screen. ഇപ്പോൾ മൗസ് നമ്മളൊരു ഫ്ലാറ്റ് സർഫസിൽ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? സ്ക്രീനിലെ പോയിന്റർ പല ഡിഫറെൻറ്റ് ലൊക്കേഷൻസിലേക്ക് മൂവ് ചെയ്യും. അപ്പോൾ നമുക്ക് ഏത് ലൊക്കേഷനിലേക്കാണ് മൂവ് ചെയ്യേണ്ടത് ആ ഡയറക്ഷനിൽ മൗസ് മൂവ് ചെയ്യിച്ച് ആ കേഴ്സർ അവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഐറ്റം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻസ് സെലക്റ്റഡ് ആവും. ഐറ്റംസ് ക്യാൻ ബി മൂവ്ഡ് ഓർ സെലക്റ്റഡ് ബൈ പ്രസിംഗ് ദ മൗസ് ബട്ടൺ. അപ്പോൾ നമുക്ക് ഉദ്ദേശിച്ച ഐറ്റം അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എത്തിക്കഴിഞ്ഞാൽ അവിടെ വെച്ച് മൗസ് ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ആ
ഇൻസ്ട്രക്ഷൻ സെലക്ട് ചെയ്യാം. ഇനി അടുത്തതായി വരുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് സ്കാനേഴ്സ്. സ്കാനർ converts any image and document into electronic form by shining light onto the image and sensing the intensity of light reflection at every point. അപ്പോൾ നമുക്ക് സ്കാനർ നിങ്ങൾ കാണാൻ നിങ്ങൾ ഏതെങ്കിലും സെൻറ്റേഴ്സിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം സ്കാൻ ചെയ്തിട്ട് പ്രിൻ്റ് ചെയ്യുന്നത്. ജസ്റ്റ് ലൈക്ക് ഫോട്ടോസ്റ്റാറ്റ്. നമുക്ക് ഫോട്ടോസ്റ്റാറ്റ് എടുക്കുന്ന പോലെ തന്നെ നമുക്ക് വേണ്ട ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ഇമേജസ് എന്താണോ അത് സ്കാൻ ചെയ്ത് കമ്പ്യൂട്ടർ റീഡബിൾ ഫോമിൽ ഡിജിറ്റൈസ് ചെയ്ത് മെമ്മറിയിൽ സേവ് ചെയ്യാം. ആ സേവ് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ പ്രിൻ്റ് ഔട്ട് അറ്റ് എനി ടൈം, എനി നമ്പർ ഓഫ് ടൈംസ്. നമുക്കത് ഓൾറെഡി കമ്പ്യൂട്ടറിലേക്ക് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ, മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ടേക്ക് ദ പ്രിൻ്റ് ഔട്ട്. നമുക്കതിന് എത്ര വേണമെങ്കിൽ പ്രിൻ്റ് ഔട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ അത് ആ ഡോക്യുമെൻ്റ് അല്ലെങ്കിൽ ഇമേജ് ഒരു ഡിജിറ്റൈസ്ഡ് ഫോമിൽ നമ്മൾ മെമ്മറിയിൽ പോയി സ്റ്റോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി അടുത്ത വരുന്ന ഇൻപുട്ട് ഡിവൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മൈക്രോഫോൺ ആണ്. മൈക്രോഫോൺ നിങ്ങൾക്കിപ്പോൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നതാണ് മൈക്രോഫോൺ. നിങ്ങൾ ഇപ്പോൾ ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലും എല്ലാം യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മൈക്രോഫോൺ യൂസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ യൂസ് അറിയാവുന്നതാണ്. ഇപ്പോൾ മൈക്രോഫോൺ ക്യാൻ ആക്സെപ്റ്റ് ഓഡിറ്ററി ഇൻപുട്ട്, അതായത് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ സൗണ്ട് വേവ്സ് ഓർ വോയിസ് ഈസ് ക്യാപ്ചർഡ്, അല്ലെങ്കിൽ that is accepted by the microphone. It translates analog sound signal from the microphone into digital codes that the computer can store and process. ഇപ്പോൾ നിങ്ങളിപ്പോൾ സംസാരിക്കുന്ന സമയത്ത്, ഇപ്പോൾ ഞാൻ ക്ലാസ് എടുക്കുകയാണെങ്കിലും നിങ്ങൾ അതിന് മറുപടി റിപ്ലൈ ചെയ്യുകയാണെങ്കിലും നമ്മൾ ഈ മൈക്രോഫോൺ ഓണാക്കും. ആദ്യം മ്യൂട്ട് ചെയ്ത് വെച്ച് പിന്നെ അത് സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഓണാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ ഓണാക്കി സംസാരിക്കുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ, യുവർ വോയിസ് ദാറ്റ് ഈസ് എ സൗണ്ട് സിഗ്നൽ. ഇപ്പോൾ നിങ്ങൾ ഫിസിക്സ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ സൗണ്ട് സിഗ്നൽസിനെ കുറിച്ചിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നമ്മുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ഫോം ഓഫ് എനർജി, ദാറ്റ് ഈസ് ട്രാൻസ്ഫോം ഓർ ട്രാൻസ്ഫർ ലൈക്ക് എ വേവ്സ് അല്ലേ. വേവ് ഫോമത്തിലാണ് സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ വേവ്. സോ ദിസ് സൗണ്ട് സിഗ്നൽ ഫ്രം യുവർ ത്രോട്ട്, നിങ്ങളുടെ മൗത്തിൽ നിന്ന്, ഫ്രോം യുവർ മൗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന ആ സൗണ്ട് സിഗ്നൽ എന്താണ് മൈക്രോഫോണിൽ ഡിജിറ്റലായിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അനലോഗ് സിഗ്നലാണ് സൗണ്ട് വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് അനലോഗ് സിഗ്നൽ. ദാറ്റ് അനലോഗ് സിഗ്നൽ ഈസ് ട്രാൻസ്ഫേർഡ് ടു ഡിജിറ്റൽ സിഗ്നൽ ഓർ ഡിജിറ്റൽ കോഡ്സ് ആൻഡ് ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ഫ്രം ദാറ്റ് കമ്പ്യൂട്ടർ ഇറ്റ് ഈസ് സെൻഡ് ടു ദ റെസിപ്പിയൻ. അല്ലെ വാട്ട് എവർ പ്രോസസ് ഇറ്റ് ഈസ് റിക്വയർഡ് ദാറ്റ് ഈസ് ഡൺ. നമുക്ക് ആ സൗണ്ട് സിഗ്നൽ വെച്ചിട്ട് എന്താണോ പ്രോസസ്സ് വേണമെങ്കിൽ ആ പ്രോസസ്സ് നടത്തും. അല്ലെങ്കിൽ അത് സെൻഡ് ചെയ്യാനുള്ളതാണെങ്കിൽ സെൻഡ് ചെയ്യും. അതർ എൻഡ് ഓൾസോ എന്തുണ്ടാവും, ഈ ഡിജിറ്റൽ സിഗ്നൽ ഇസ് കൺവേർട്ടഡ് ബാക്ക് ടു അനലോഗ് സിഗ്നൽ. അനലോഗ് സിഗ്നലായിട്ട് അത് കൺവേർട്ട് ചെയ്തിട്ടാണ് നമുക്ക് കേൾക്കാൻ പറ്റുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻസൈഡ് ദിസ് മൈക്രോഫോൺ. ദെൻ നെക്സ്റ്റ് ടൈപ്പ് ഇൻപുട്ട് ഡിവൈസ് ഈസ് വെബ് ക്യാമറ. വെബ് ക്യാമറയും നമുക്കിപ്പോൾ അറിയാം, ഓൾറെഡി ലാപ്പിലൊക്കെ ഇൻബിൽറ്റായിട്ട് വെബ് ക്യാം ഉണ്ടായിരിക്കും. വെബ് ക്യാമറ ആർ വീഡിയോ ക്യാപ്ചറിങ് ഡിവൈസസ് കണക്റ്റഡ് ടു കമ്പ്യൂട്ടേഴ്സ്. കമ്പ്യൂട്ടറിൽ എന്താണ് നമുക്ക് വീഡിയോ ക്യാപ്ചർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് വെബ് ക്യാമറ. ദാറ്റ് ഈസ് കണക്റ്റഡ് ടു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാം. ദേ ആർ വെൽ നോൺ ഫോർ ദെയർ ലോ മാനുഫാക്ചറിങ് കോസ്റ്റ് ആൻഡ് ഫ്ലെക്സിബിൾ ആപ്ലിക്കേഷൻസ്. അപ്പോൾ അത് വളരെയധികം മാനുഫാക്ചറിങ് കോസ്റ്റ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഫ്ലെക്സിബിളാണ്. അപ്പോൾ അത് ഇൻബിൽറ്റായിട്ട് ഉള്ള വെബ് ക്യാംസ് ഉണ്ട്. അതല്ലാതെ നമുക്ക് പുറത്തുനിന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാവുന്ന ടൈപ്പ് വെബ് ക്യാമറാസ് ഉണ്ട്. അപ്പോൾ നമുക്കത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ക്യാപ്ചർ ദ വീഡിയോ. അപ്പോൾ ഇവിടെയൊക്കെ ഓരോന്നും നമ്മൾ ഇതൊക്കെ ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഓരോന്നിലും ഇൻപുട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട്സ് ആണ് മാത്രം. ഇപ്പോൾ മൈക്രോഫോണിൽ നമ്മൾ ഇൻപുട്ട് റിസീവ് ചെയ്യുന്നത് ഓഡിയോ സിഗ്നൽസ് ആണ്, ഓഡിയോ ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. അതേസമയം വെബ് ക്യാമിലാണെങ്കിൽ നമുക്ക് വീഡിയോ ആണ് ഇൻപുട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ഉണ്ട്. ടെക്സ്റ്റ് ഡാറ്റ ഉണ്ട്, ഓഡിയോ ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇതെല്ലാം ഡാറ്റ തന്നെയാണ്. ഓൾ ദീസ് ഇൻപുട്ട് ഡിവൈസസ് ആർ യൂസ് ടു ക്യാപ്ചർ ഡാറ്റ ഓർ ഫ്രം ദ ഔട്ട്സൈഡ് വേൾഡ്. പുറത്തുനിന്ന് ക്യാപ്ചർ ചെയ്യാനായിട്ട് നമ്മൾ പറഞ്ഞു 5 സെൻസ് ഓർഗൻസ് ഉണ്ടെന്ന് പറഞ്ഞു ഹ്യൂമൻ ബീയിങ്ങിന്.
ഓരോന്നും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ക്യാപ്ചർ ചെയ്യുന്നത് അല്ലേ. കണ്ണ് കാണാനാണ് യൂസ് ചെയ്യുന്നത്, ചെവി കേൾക്കാനായിട്ടാണ് അല്ലേ. അതുപോലെ തന്നെ ഇപ്പോൾ നോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മെല്ലാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യുന്നത്. അതുപോലെ സ്കിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡിഫറെൻറ്റ് സെൻസസ് ഫീലിങ്സ്, അത് നമുക്ക് ചൂട് തണുപ്പ് ഇത്യാദി കാര്യങ്ങളാണ് അത് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഡാറ്റയാണ് ഈ ഓരോ സെൻസ് ഓർഗൻസും റിസീവ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡാറ്റ ക്യാപ്ചർ ചെയ്യാനായിട്ട്, ഇപ്പോൾ ടെക്സ്റ്റ് ടൈപ്പ് ഡാറ്റ, ഇമേജസ് ക്യാപ്ചർ ചെയ്യാൻ, ഓഡിയോ ക്യാപ്ചർ ചെയ്യാൻ, വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ, ഇതിനെല്ലാം ഈ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻപുട്ട് ഡിവൈസസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇൻപുട്ട് ഡിവൈസസിൽ വേറൊന്ന് വരുന്നതാണ് ഇത് ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ, ഒ എം ആർ എന്ന് പറഞ്ഞൊരു ഇൻപുട്ട് ഡിവൈസ് ഉണ്ട്. അത് നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല, കാരണം അത് നമുക്ക് ഡെയിലി ലൈഫിൽ അങ്ങനെ യൂസ് ചെയ്യുന്നതല്ല. നിങ്ങൾക്ക് OMR പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകും. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആപ്ലിക്കേഷൻസ് നോക്കി കഴിഞ്ഞാൽ OMR ഷീറ്റ്സ് ആർ സ്പെഷ്യൽ പ്രീ പ്രിന്റഡ് ഫോംസ് ഡിസൈൻ വിത്ത് ബോക്സസ് വിച്ച് ക്യാൻ ബി മാർക്ഡ് വിത്ത് എ ഡാർക്ക് പെൻസിൽ ഓർ ഇങ്ക്. നിങ്ങൾ ഇനി കാണാൻ പോകുന്നുണ്ടാവുള്ളൂ, ഇപ്പം നിങ്ങൾക്ക് അത്ര സുപരിചിതമായിരിക്കില്ല. ഇപ്പോൾ എൻട്രൻസ്, ഇപ്പോൾ അത് +2 ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ വല്ല എൻട്രൻസ് ഒക്കെ എക്സാം എഴുതാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ബാങ്ക് ടെസ്റ്റ്, PSC കോച്ചിങ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ എഴുതാൻ പോകുന്ന സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം, അവിടെ ആൻസർ ഷീറ്റ്സിൽ ABCD മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് കാണും. ആ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നമുക്ക് മാർക്ക് ചെയ്യാനായിട്ട് എന്താണ്, യു ക്യാൻ മാർക്ക് ഇറ്റ് വിത്ത് എ ഡാർക്ക് പെൻസിൽ ഓർ ഇങ്ക്. നമ്മളത് മാർക്ക് ചെയ്യും, കറുപ്പിക്കും. Such a document is read by optical mark reader which transcribes the mark into electrical pulses which are transmitted to a computer. അപ്പോൾ നമുക്കറിയാം, ഒരു ഇപ്പോൾ എക്സാം, ഇപ്പോൾ എൻട്രൻസ് എക്സാം, അതുപോലെ തന്നെ ബാങ്ക് ടെസ്റ്റ്, ഇത്തരം ടെസ്റ്റുകളൊക്കെ നടത്തുമ്പോൾ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അത് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത്രയും സ്റ്റുഡൻസിൻ്റെ റിസൾട്ട് പെട്ടെന്ന് നമുക്ക് പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഹ്യൂമൻ വാല്യുവേഷൻ നടത്തി കഴിഞ്ഞാൽ അത് നോട്ട് സോ ഈസി. അപ്പം അങ്ങനെ വരുന്ന സന്ദർഭങ്ങളിൽ ദീസ് ഡോക്യുമെന്റ് ഈസ് റെഡ് ബൈ ദ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. ദാറ്റ് ഈസ് എ ഇൻപുട്ട് ഡിവൈസ്. ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ വെച്ചിട്ട് അത് റീഡ് ചെയ്തിട്ട് ദാറ്റ് ഈസ് ട്രാൻസ്ക്രൈബ് ഇൻ ടു ഇലക്ട്രിക്കൽ പൾസസ് വിച്ച് ആർ ട്രാൻസ്മിറ്റഡ് ടു കമ്പ്യൂട്ടർ. OMs are widely used in examinations conducted by Kerala Public Service Commission, engineering, medical entrance examination, etc. മനസ്സിലായോ? ഇപ്പോൾ സാധാരണയായിട്ട് PSC എക്സാംസ് അല്ലെങ്കിൽ എൻട്രൻസ്, എഞ്ചിനീയറിംഗ് ആസ് വെൽ ആസ് മെഡിക്കൽ എക്സാംസ് എല്ലാം കണ്ടക്ട് ചെയ്ത് അത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് ഈ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ OMR ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ലാർജ് വോളിയൂംസ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്ന എക്സാംസ് പെട്ടെന്ന് ഇവാലുവേറ്റ് ചെയ്തിട്ട് റിസൾട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. മൾട്ടിപ്പിൾ ചോയ്സ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ ഈ OMR എന്ന് പറഞ്ഞ ഇൻപുട്ട് ഡിവൈസ് ആണ് യൂസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടൈപ്പ്, അടുത്ത ടൈപ്പ് ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് ബാർകോഡ് റീഡേഴ്സ്. അപ്പോൾ ബാർകോഡ് റീഡേഴ്സും നിങ്ങൾക്ക് സാധാരണ ഡേ ടു ഡേ ലൈഫിൽ കാണാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്സ് അല്ലെങ്കിൽ ടെക്സ്റ്റൈൽസ്, ജ്വല്ലറി എങ്ങനെ സ്ഥലങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാം ബാർകോഡ് ഓരോ ഐറ്റത്തിനും ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റെ പ്രൈസസ് ബാർകോഡ് ഫോമിൽ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരിക്കും അതിൻ്റെ കവറിന് പുറത്ത്. ബാർകോഡ് റീഡേഴ്സ് ക്യാൻ റീഡ് ബാർകോഡ്സ് പാറ്റേൺ ഓഫ് പ്രിന്റഡ് ബാർസ് ടു ഐഡന്റിഫൈ ദ പ്രൊഡക്റ്റ്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചർ ഇപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പല ഡിഫറെൻറ്റ് ലൈൻസ്, പല തിക്നെസ്സിൽ പല ലൈൻസ്. ഇതാണ് ബാർകോഡ് എന്ന് പറയുന്നത്. എ ലൈറ്റ് സെൻസിറ്റീവ് ഡിറ്റക്ടർ ഐഡന്റിഫൈസ് ദ ബാർകോഡ് ഇമേജ് ബൈ റെക്കഗ്നൈസിങ് സ്പെഷ്യൽ ബാർസ് അറ്റ് ബോത്ത് എൻഡ്സ് ഓഫ് ദം. ഇപ്പം ഇത് ആ ബാർകോഡ് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ടാവും, പ്രൊഡക്റ്റിൻ്റെ പുറത്ത്, അതിൻ്റെ അല്ലെങ്കിൽ കവറിൻ്റെ പുറത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ അത് റീഡ് ചെയ്യാനായിട്ട്, അതിൻ്റെ പ്രൈസ് എത്രയാണെന്ന് റീഡ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് ബാർകോഡ് റീഡർ. അപ്പോൾ ഈ ബാർകോഡ് റീഡർ ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ബാർകോഡ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഐറ്റംസ് നോക്കി കഴിഞ്ഞാൽ അവർ ഒരു ബാർകോഡ് റീഡർ ഒരു മെഷീൻ കയ്യിൽ വെച്ചിട്ട് സ്കാൻ ചെയ്യുന്ന കാണാം. അപ്പോൾ അത് സ്കാൻ ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ദാറ്റ് പ്രൈസ് വിൽ ബി ആഡഡ് ടു ദ കമ്പ്യൂട്ടർ സിസ്റ്റം. അതിൻ്റെ ലേറ്റർ ആയിട്ടുള്ള കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ നമുക്ക് ക്യാഷ് ചെയ്യാൻ ബില്ലാണ് ചെല്ലുമ്പോൾ അവർ ആ ബാർകോഡ് വെച്ച് റീഡ് ചെയ്തിട്ടുണ്ടാവും. A light sensitive detector identifies the barcode image by recognizing special bars at both ends of the image. Then it converts the individual bar pattern into corresponding code and send it to the computer. അപ്പോൾ ഓരോ ഇൻഡിവിജ്വൽ ബാറിനും പാറ്റേണും അതിന് ഒരു കറസ്പോണ്ടിങ് കോഡ് ഉണ്ടായിരിക്കും, അത് കമ്പ്യൂട്ടറിലേക്ക് സെൻഡ് ചെയ്യും. അപ്പോൾ അതിൽ ആ പ്രൈസ് നമുക്ക് അതൊന്ന്
കമ്പ്യൂട്ടറിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടും. അത് വെച്ചിട്ട് അവർ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ഈസ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ. അടുത്ത ഒരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നതാണ് ഒപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ, ദറ്റ് ഈസ് OCR. OCR is the recognition of printed or written text characters by computer. This involves photo scanning of the text characters by character, analysis of the scanned image, and then translation of the character image into character codes such as ASCII. OCR is commonly used in the data processing. ഇപ്പോൾ OCR ഇപ്പോൾ സാധാരണയായിട്ട് ക്യാരക്ടർ റെക്കഗ്നിഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്തതാണ്. ക്യാരക്ടർ റെക്കഗ്നൈസ് ചെയ്തിട്ട് അത് അനലൈസ് ചെയ്ത് സ്കാൻ ചെയ്ത് അതിൻ്റെ ഇമേജ് വേറെ ട്രാൻസ്ലേറ്റ് ചെയ്യുക. അതിനാണ് ഓപ്റ്റിക്കൽ ക്യാരക്ടർ റീഡർ എന്ന് പറയുന്നത്. ദെൻ അടുത്തൊരു ഇൻപുട്ട് ഡിവൈസ് എന്ന് പറയുന്നതാണ് ടച്ച് സ്ക്രീൻ. ഈ ടച്ച് സ്ക്രീൻ നിങ്ങൾക്ക് ചില ഗെയിംസൊക്കെ കളിക്കുന്ന സമയത്ത് നമുക്ക് ഈ ടച്ച് സ്ക്രീൻ നിങ്ങൾ മോണിറ്റർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ നമുക്ക് കൈ കൊണ്ട് വിരലുകൊണ്ട് ഫിംഗർ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. ടച്ച് സ്ക്രീൻ സിസ്റ്റം ആക്സെപ്റ്റ് ഇൻപുട്ട് ഡയറക്ട്ലി ത്രൂ ദ മോണിറ്റർ ഓർ അതർ ഫ്ലാറ്റ് സർഫേസ് with a sensitive panel. Touch screens are sensors to detect the touch of a finger. അപ്പോൾ ടച്ച് സ്ക്രീനിൽ എന്താണ് ടച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ആ പൾസ് ദാറ്റ് ഈസ് ക്യാപ്ചർഡ് ബൈ എ സെൻസർ. ആ മോഷൻ സെൻസർ ഉണ്ടായിരിക്കും. ആ സെൻസർ വെച്ചിട്ട് അത് സെൻസ് ചെയ്തിട്ട് അതിനനുസരിച്ചിട്ട് അതിന് കാര്യങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇപ്പോൾ ടച്ച് സ്ക്രീൻ ഇപ്പോൾ നമുക്ക് പോട്ടെ ഈ ATM-ലൊക്കെ പോയി കഴിഞ്ഞാൽ, ATM കൗണ്ടറിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ സ്ക്രീനിൽ ബട്ടൺ ഉണ്ടായിരിക്കും. ചില സമയത്ത് ബട്ടൺ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നില്ല വെച്ചാലും നമുക്ക് ആ സ്ക്രീനിൽ ടച്ച് ചെയ്താൽ മതി. ആ സ്ക്രീൻ എവിടെയാണോ നമുക്ക് വേണ്ടെങ്കിൽ കൈകൊണ്ട് നമുക്ക് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ നമുക്കുള്ളത് വരും. ഇപ്പോൾ ഇതൊക്കെ ടച്ച് സ്ക്രീൻ. അപ്പോൾ അതുപോലെ തന്നെ റെയിൽവേ റിസർവേഷനിൽ ഇപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അല്ലെങ്കിൽ ട്രെയിനിൻ്റെ അറൈവൽ ടൈം അല്ലെങ്കിൽ ഡിപ്പാർച്ചർ ടൈം അങ്ങനത്തെ ഡീറ്റെയിൽസ് കാണാനായിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ടച്ച് സ്ക്രീൻ കാണാം. അവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാം അതിന് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ വക സന്ദർഭങ്ങളെല്ലാം ഈ ടച്ച് സ്ക്രീൻ യൂസ് ചെയ്യുന്നത് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന സ്ഥലങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഇൻപുട്ട് ഡിവൈസസിൽ മെയിനായിട്ട് വരുന്നത്. ഇൻപുട്ട് ഡിവൈസസ് സാധാരണ മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കീബോർഡ് ആൻഡ് മൗസാണ്. ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഇൻപുട്ട് ഡിവൈസസ് അതൊക്കെയാണ്. ഇനിയിപ്പോൾ അത് കൂടാതെ വരുന്ന എക്സ്ട്രാ ആയിട്ട് വരുന്ന ബാക്കി ഇൻപുട്ട് ഡിവൈസസ് ആണ് ഈ ബാക്കി പറയുന്നതെല്ലാം. സ്കാനേഴ്സ്, മൈക്രോഫോണ് എല്ലാം.